വയനാട്ടിൽ സിപിഎം ഭരിക്കുന്ന തരിയോട് പഞ്ചായത്തിൽ പ്രസിഡന്റിനെതിരായ യുഡിഎഫിന്റെ അവിശ്വാസ പ്രമേയം ബിജെപിയുടെ പിന്തുണയോടെ പാസായി. എൽഡിഎഫിന് 6 അംഗങ്ങളും യുഡിഎഫിന് 5 പ്രതിനിധികളുമാണ് ഉള്ളത്. ബിജെപിയുടെ 2 അംഗങ്ങൾ അവിശ്വാസ പ്രമേയത്തിന് അനുകൂലമായി വോട്ട് ചെയ്തു. 6 മാസം മുൻപ് പ്രസിഡന്റ് റീന സുനിലിനെതിരെ യുഡിഎഫ് അവിശ്വാസ പ്രമേയം കൊണ്ടുവന്നുവെങ്കിലും ബിജെപി അംഗങ്ങൾ വിട്ടുനിന്നിരുന്നു. തിരുവനന്തപുരം വെമ്പായം ഗ്രാമപഞ്ചായത്ത് ഭരണം ഇടതുമുന്നണിക്ക് നഷ്ടമായി. കോൺഗ്രസ് കൊണ്ടുവന്ന അവിശ്വാസ പ്രമേയത്തെ ബിജെപിയും എസ്ഡിപിഐയും പിന്തുണച്ചതോടെയാണ് ഇടതുമുന്നണിക്ക് ഭരണം നഷ്ടമായത്. സിപിഎം അംഗമായ പഞ്ചായത്ത് പ്രസിഡന്റ് ബി.എസ്. ചിത്രലേഖയ്ക്കെതിരെ കോൺഗ്രസ് കൊണ്ടുവന്ന അവിശ്വാസത്തെ 2 ബിജെപി അംഗങ്ങളും എസ്ഡിപിഐ അംഗവും ചേർന്ന് പിന്തുണച്ചു. ഇതോടെ 10-നെതിരെ 11 വോട്ടിന് അവിശ്വാസം പാസായി. കൊച്ചി കോർപ്പറേഷൻ സ്റ്റാൻഡിംഗ് കമ്മിറ്റികളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ യുഡിഎഫ് ബിജെപി കൂട്ടുകെട്ട്. 8 സ്റ്റാൻഡിംഗ് കമ്മിറ്റികളിലെ വനിതാ സംവരണ സീറ്റുകളിലേക്കാണ് ബിജെപി യുഡിഎഫിനെ പിന്തുണച്ചത്. വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയിൽ വെൽഫെയർ പാർട്ടി അംഗത്തെയാണ് ബിജെപി പിന്തുണച്ചത്. മറ്റംഗങ്ങൾക്കായുള്ള തെരഞ്ഞെടുപ്പ് പുരോഗമിക്കുകയാണ്. ഏതു തരത്തിലും അധികാരം പിടിക്കാനുള്ള ശ്രമം നടത്തുന്ന യുഡിഎഫ് തീക്കൊള്ളികൊണ്ട് തലചൊറിയുകയാണെന്ന് മേയർ എം അനിൽകുമാർ പ്രതികരിച്ചു. മുസ്ലിം ലീഗിന്റെ സ്ഥാനാർത്ഥിയായി ജയിച്ച ഒരാൾക്ക് വേണ്ടി ബിജെപി വോട്ട് ചെയ്യുന്നു, യുഡിഎഫ് വോട്ട് ചെയ്യുന്നു. യുഡിഎഫിന്റെ ഭാഗമാണല്ലോ ലീഗ്. ഇത് തന്നെ കോൺഗ്രസിന്റെ ഒരു സ്ഥാനാർത്ഥിക്കും ഇങ്ങനെ തന്നെ, കേരള കോൺഗ്രസിന്റെ ഒരു സ്ഥാനാർത്ഥിക്കും ഇത് തന്നെ ചെയ്യുന്നു. അപ്പൊ ഇത് കേരള രാഷ്ട്രീയം ഇതുവരെ കാണാത്ത ഒരു സാഹചര്യമാണ്. ഞങ്ങൾ നേരത്തെ തന്നെ ഭയപ്പെട്ടിരുന്നൊരു കാര്യം യാഥാർത്ഥ്യമായിരിക്കുന്നു. വിശദാംശങ്ങൾ ജെവിൻ ടൂട്ട് നൽകും. ജെവിൻ, പുറത്തുവരുന്ന അസാധാരണ കൂട്ടുകെട്ടുകൾ എന്തൊക്കെയാണ്? അനൂപ്, നിലവിൽ ഇപ്പോൾ തിരഞ്ഞെടുപ്പ് നടന്നത് വനിതാ സംവരണമുള്ള ഇതിലേക്കാണ്, കമ്മിറ്റികളിലേക്കാണ്, വനിതാ സംവരണ വിഭാഗങ്ങളിലേക്കാണ്. അതിലാണ് 8 സ്റ്റാൻഡിംഗ് കമ്മിറ്റികൾ ഉള്ളതിൽ 5 കമ്മിറ്റികളിലേക്ക് യുഡിഎഫിന്റെ അംഗങ്ങളെ ബിജെപി പിന്തുണച്ചിരിക്കുന്നത്. ഇത് നേരിട്ട് കോൺഗ്രസ് അംഗങ്ങളല്ല, യുഡിഎഫ് ഘടകകക്ഷികളായ CMP, വെൽഫെയർ പാർട്ടി, ഒപ്പം ലീഗ്, അതിനൊപ്പം തന്നെ RSP ഈ തുടങ്ങിയ പാർട്ടികളിലെ അംഗങ്ങളെയാണ് ഇപ്പോൾ ബിജെപി പിന്തുണച്ചിരിക്കുന്നത്. ഒപ്പം ബിജെപി പൂർവ്വമായി പറയുന്ന ഒരു വിചിത്രമായ കാര്യം, ബിജെപി സ്ഥാനാർത്ഥി വെൽഫെയർ പാർട്ടിയെ കൂടെ പിന്തുണച്ചു എന്നതാണ്. നിലവിൽ വികസന കാര്യത്തിൽ മത്സരിച്ച സാജിൽ സലീമിനെ വെൽഫെയർ പാർട്ടി അംഗമാണ് ബിജെപി പിന്തുണച്ചിരിക്കുന്നു. ഒപ്പം ധനകാര്യത്തിലേക്ക് മത്സരിച്ച യുഡിഎഫ് സ്വതന്ത്രയായി മത്സരിച്ച മേരി കലിസിയെയും ബിജെപി പിന്തുണച്ചിരിക്കുന്നു. ലൈലാദാസ്, ലീഗിൽ നിന്ന് മത്സരിച്ച ലൈലാദാസിനെയും ബിജെപി പിന്തുണച്ചിരിക്കുകയാണ്. RSP സ്ഥാനാർത്ഥിയായിരുന്ന പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റിയിലേക്കാണ് മത്സരിച്ചിരിക്കുന്നത്. സുനിത ഡിക്സനെയും ഇപ്പോൾ ബിജെപി പിന്തുണച്ചിരിക്കുകയാണ്. അങ്ങനെ 8 എണ്ണത്തിൽ 5 എണ്ണത്തിലും ഇപ്പോൾ യുഡിഎഫ് സ്ഥാനാർത്ഥികൾക്ക് ബിജെപി പിന്തുണയോടുകൂടിയാണ് കൊച്ചിയിലെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി തെരഞ്ഞെടുപ്പ് പുരോഗമിക്കുന്നത്. മറ്റ് അംഗങ്ങൾക്കായുള്ള തെരഞ്ഞെടുപ്പ് നടക്കുകയാണ്. അതിനിടയിലാണ് ഇപ്പോൾ മേയർ രൂക്ഷ പ്രതികരണവുമായി രംഗത്തെത്തിയിരിക്കുന്നത്. ഇതുപോലുള്ള സഖ്യങ്ങൾ സംസ്ഥാനത്തിലൊട്ടാകെ വിപത്തുകൾ ഉണ്ടാക്കുമെന്നുള്ള രീതിയിൽ തന്നെയാണ് ബിജെപി എന്ത് വില കൊടുത്തും യുഡിഎഫ് അധികാരം നിലനിർത്താൻ വേണ്ടി ഇങ്ങനെ സ്റ്റാൻഡിംഗ് കമ്മിറ്റികൾ